ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വളരെ വളരെ സൂക്ഷിക്കണം. നമ്മൾ ഒരു വയറ്റിൽ നിന്ന് വന്നതാണെങ്കിലും പണം കൊണ്ടും അംഗബലം കൊണ്ടും രമാദേവി എന്ന ഞാനാണ് മുന്നിൽ. എന്നും അതങ്ങനെ തന്നെയായിരിക്കും. ചേച്ചിക്ക് എന്തിനാ മണിമാലയുടെ ഫോട്ടോ? ചേച്ചി ഇത് എന്ത് ഭാവിച്ച? മണിമാല വേണോന്ന് അവര് പറഞ്ഞ് നീയും കേട്ടതല്ലേ? അതിനെ കുറിച്ച് അറിയാതെ കൊടുക്കാന്ന് അവരും ഏറ്റല്ലോ. അഭിനയിക്കാൻ ആളുമായിട്ട് വരുമ്പോ എല്ലാം പറഞ്ഞിട്ട് കൊണ്ടുവരണം. ഇതിപ്പോ ഞാൻ അറിഞ്ഞോ മണിമാലയും കൊട്ടാരവും ഒക്കെ അവർക്കറിയോന്ന്? ചിന്നു, ഒരു ഫോട്ടോ അത് മാത്രം മതി. അതുപോലൊരെണ്ണം ഞാൻ സംഘടിപ്പിച്ചോളാം. ചേച്ചിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ ചേച്ചിയുടെയും അർജുൻ സാറിന്റെയും ഇഷ്ടം കണ്ടിട്ടാണ് രമാമയുടെ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന്? ശരിക്കും ചേച്ചിയല്ല അവരെ പറ്റിക്കുന്നത്, അവരാ ചേച്ചിയെ പറ്റിക്കുന്നത്. എല്ലാം ഉറപ്പിച്ച ശേഷം കറക്റ്റ് സമയത്ത് അവരാ വിഷയം എടുത്തിട്ടത് കണ്ടോ? അത് ചേച്ചിക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായി. അതുമായി ചേച്ചിക്ക് ഒരു ബന്ധവും ഇല്ലെന്ന് അറിയുന്ന നിമിഷം അവർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറും. വിവാഹം കഴിഞ്ഞാണ് അറിയുന്നെങ്കിൽ അവിടെ തീരും ചേച്ചിയുടെ ജീവിതം. അതെനിക്കും അറിയാം. അർജുൻ സാറിന്റെ താലിമാല എന്റെ കഴുത്തിൽ വീണാൽ പിന്നെ ഏത് വഴി പോയാൽ എവിടെ എത്തുമെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനുണ്ട്. തൽക്കാലം ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാല കൊടുത്ത് വേഗം വിവാഹം നടത്തിയെടുക്കണം. അത് കഴിഞ്ഞാ പിന്നെ എന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ലല്ലോ. ദേ ചിന്നു, നീ ആ മണിമാലയുടെ ഫോട്ടോ എടുത്ത് എനിക്കൊന്ന് അയക്ക്. അപ്പോ അന്ന് ലോക്കറിൽ വെക്കാൻ തരാത്തത് നന്നായല്ലേ? എങ്കി ഇപ്പൊ ചേച്ചി അതെടുത്ത് അവർക്ക് കൊടുത്താനെ. മണിമാല എന്റെ ഇല്ല, അച്ഛന്റെ കയ്യില. അച്ഛനോട് ചോദിക്ക്. എന്നിട്ട് ചേച്ചി എന്നെ എന്റെ ഫോട്ടോ എടുക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അച്ഛനോട് പറഞ്ഞാ മതി. നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? നീ ഇപ്പോ ആ നരേന്ദ്രനോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ഇനി ഞാനിത് നിനക്ക് തരില്ല. മണിമാല വെച്ച് ഞാൻ കളിക്കില്ല. മോളെ, അച്ഛനോട് പറയാനൊന്നും പറ്റില്ല. എങ്കിൽ ചേച്ചി വേറെന്തെങ്കിലും വഴി നോക്ക്. മണിമാലയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാലോ. കയ്യും കണക്കും ഇല്ലാതെ അനുഭവിക്കേണ്ടി വരും. അങ്ങനൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. എത്ര നാൾ ഞാൻ കഷ്ടപ്പെട്ട് ഇതുവരെ കൊണ്ടെത്തിച്ച നാടകമാ ഈ മണിമാല കാരണം പൊളിയാൻ പോകുന്നെന്ന് അറിയോ നിനക്ക്? എല്ലാം നിന്റെ വാശി കാരണ. ഞാനും മണിമാലയും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് നേരത്തെ നീ പറഞ്ഞല്ലോ. അതുപോലെ എന്റെ വിവാഹം മുടങ്ങും. എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു പരിഹാസ കഥാപാത്രമായിട്ട് മാറും. ദരിദ്രരായ ശിവദാസന്റെയും സീതയുടെയും മകളാണ് ഞാനെന്ന് എല്ലാവരും അറിയും. ഞാൻ കെട്ടിപ്പൊക്കിയ എന്റെ സാമ്രാജ്യം തകർന്നാൽ, നാണം കെടേണ്ടി വന്നാൽ ശിവദാസനും സീതയ്ക്കും പിന്നെ ഒരു മകളെ ഉണ്ടാവൂ. അത് ഞാനായിരിക്കില്ല. പ്രതീക്ഷിച്ച ജീവിതം എനിക്ക് കിട്ടാതെ വന്നാൽ എന്റെ അപ്രതീക്ഷിത മരണമായിരിക്കും നിങ്ങൾ എല്ലാവരും കേൾക്കാൻ പോകുന്നത്. മാനം കേട്ട് നിന്റെ ചേച്ചി ജീവിക്കില്ല മോളെ. ഐശ്വര്യ എന്നും തല ഉയർത്തി പിടിച്ചേ ജീവിച്ചിട്ടുള്ളൂ. അത് താഴുന്നത് എന്റെ മരണത്തോട് തന്നെയായിരിക്കും. ഞാനാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു പ്രശ്നം. എന്റെ ശല്യം ഞാൻ തന്നെ തീർത്തു തരാം. സ്വന്തം ചേച്ചി എന്ന എന്റെ ജീവിതത്തെക്കാൾ വലുത് നിനക്ക് നിന്റെ വാശിയല്ലേ? അത് തന്നെ നടക്കട്ടെ.
ചേച്ചി ആ പറ. കുഞ്ഞോളാണ്. ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാ. വരുന്ന ബുധനാഴ്ച, അതായത് 3 ദിവസം കഴിഞ്ഞ് അർജുന്റെ വിവാഹ നിശ്ചയമാണ്. ഭദ്രേട്ടനും ഏട്ടത്തിയും മോളും കൂടി വരണം. നിങ്ങളൊക്കെ വന്ന് അവനെ അനുഗ്രഹിക്കണം. അവിടെ നടക്കുന്നത് വിവാഹ നിശ്ചയമാണോ, നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള നിശ്ചയ ചടങ്ങാണോ എന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ നിന്നോട് കുറച്ച് അനുകമ്പ കാണിച്ചപ്പോ നീ എന്റെ തലയിലോട്ട് കയറിയാണല്ലേ. നിനക്കില്ലാത്ത ഒരു ബന്ധവും എനിക്കും വേണ്ട. അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം ഞാൻ മുടക്കും. നീ ഓർത്തു വച്ചോ, ഇതേ ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ല. നിന്റെ ഭർത്താവും മക്കളും നോക്കി നിൽക്കേ. നിന്റെ പഴയ കഥകൾ പറഞ്ഞ് നിന്നെ അവിടെ ഇട്ട് തോലി ഉരിച്ചു നിർത്തിയില്ലെങ്കിൽ എന്റെ പേര് ഭദ്രൻ എന്നല്ല. എന്ത് കാണിക്കുന്ന നിങ്ങളീ കിടന്ന് പ്രസംഗിക്കുന്നത്? കുറെ കാലമായല്ലോ തുടങ്ങിയിട്ട്. ഇതുവരെ എനിക്കത് പേടിയായിരുന്നു. ഇനി അതില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യാം. ഇത്ര കോൺഫിഡന്റോടെ ഞാനിത് പറയണമെങ്കിൽ എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവണം. ഉണ്ട്. ഉടനെ അത് എന്റെ കയ്യിലേക്ക് വരും. അത് കഴിഞ്ഞാ പിന്നെ രമാദേവിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആ എന്നോട് വെല്ലുവിളിക്കുമ്പോ സൂക്ഷിക്കണം. വളരെ വളരെ സൂക്ഷിക്കണം. നമ്മൾ ഒരു വയറ്റിൽ നിന്ന് വന്നതാണെങ്കിലും പണം കൊണ്ടും അംഗബലം കൊണ്ടും രമാദേവി എന്ന ഞാനാണ് മുന്നിൽ. എന്നും അതങ്ങനെ തന്നെയായിരിക്കും.